ഹലോ ഹായ്. അപ്പോൾ ഇന്നും ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ റൈസിൻ്റെയും അതുപോലെ തന്നെ സ്നാക്സിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് ആദ്യം നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എന്തെങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സവാള, ചെറിയൊരു സവാള, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കടലയല്ലേ അതും കൂടിയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാല, പിന്നെ കുരുമുളക് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പും പുതിനയും കൂടെ ഉണ്ട്. രണ്ടും കൂടെ ഏകദേശം ഒരു അരക്കപ്പോളം ഉണ്ടാവും. പിന്നെ നമ്മളുടെ അരിക്ക് അനുസരിച്ച്, അതായത് അരി എടുത്തതിൻ്റെ ഡബിളായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി കഴുകി ഊറ്റി വെച്ച അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം തിളച്ചതിന് ശേഷം, വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 വിസിൽ മതിയാവും. പിന്നെ ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യൽ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ മുളക്, മഞ്ഞൾ, ജീരകപ്പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ, അതും പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കൻ അതിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കും കേട്ടോ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി നമ്മൾ മുട്ട ബജി ഉണ്ടാക്കുകയാണ്. നമ്മുടെ ബജിക്കുള്ള മാവ്, കടലമാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് പിന്നെ ഒരു ചമ്മന്തി ഇല്ലേ, നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോർക്കൊക്കെ ഉണ്ടാക്കുന്ന പുതിന ചമ്മന്തി ഇല്ലേ, തേങ്ങൻ്റെയൊക്കെ, അതാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ ഈ മുട്ടയിലിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. കുറച്ച് കൂടുതലാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ കുറച്ചാണ് ആക്കി കൊടുത്തത്. ഇനി നമ്മൾ ബജിൻ്റെ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് പ്രത്യേകിച്ച് സോസോ കാര്യമൊന്നും വേണ്ട, ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മളെ ഷമാമൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു ടൈപ്പിൽ പെട്ടൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേര് അറിയണമല്ലോ കമൻറ്റ് ചെയ്യേണ്ടി. ഇതുകൊണ്ട് ജ്യൂസ് അടിച്ച ഷമാമിൻ്റെ അത്ര കണ്ട് ടേസ്റ്റ് തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല. പാലൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് ജ്യൂസ് അടിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റെസിപ്പീസ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ.